എടി, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി. ഞാൻ നിന്നെ ഇത്രയധികം പ്രാവശ്യം ഇന്ന് തന്നെ വിളിച്ചതിന്. പക്ഷേ എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നീ പറഞ്ഞതുപോലെ എൻ്റെ റിലേഷൻഷിപ്പ് ഞാനിപ്പോൾ ആകെ പെട്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. എടി, ആദ്യമൊക്കെ എന്നെ ഒന്ന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കേൾക്കണം കേട്ടോ. അതായത് ആദ്യം റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഒരുപാട് സമയം തരാറുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ ഹണിമൂൺ ഫേസിനെ കുറിച്ചല്ല അല്ലാട്ടോ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് സമയം തരാറുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഫോൺ എടുക്കാറേ ഇല്ല. അതായത് ഞാൻ ഒരു ദിവസം അവൻ ബാത്റൂമിലായിരുന്ന സമയത്ത് അവൻ്റെ ഫോണിലൊരു മെസ്സേജ് കണ്ടു. അതൊരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് എക്സ്ട്രാ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസും ഫോട്ടോസും കണ്ടു. പക്ഷേ ഞാനത് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ അവന് ലേറ്റസ്റ്റായിട്ട് ഇൻറ്റിമസി കൊടുക്കാത്തത് കൊണ്ട് അവൻ കോണ്ടാക്ട് ചെയ്തതെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ എന്ത് റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടാണെങ്കിലും അവൻ എന്നോട് പറയും അതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്. ആൻഡ് ഞാൻ അവനോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ ആവുകയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണം. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ പറയുന്നത് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമൊന്നുമില്ല, കാരണം നമ്മൾ ഡിഫറെൻറ്റ് റിലിജിയനും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഞാനിത് എടുത്തു ചാടി എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയ സമയത്ത് എടുത്തു ചാടിയാണോ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വീണതെന്ന് തന്നെ എനിക്ക് ആകെ മൊത്തം ആലോചിച്ചിട്ട് ഞാൻ എന്തോ വലിയൊരു മണ്ടത്തരം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അതായത് എന്ത് കാര്യം പറയുകയാണെങ്കിലും അവനിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അവനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ത് കുറ്റം ഉണ്ടെങ്കിലും അവൻ പറയും